അയ്യോ ആട് മിതു ആട് ഇതാരുടെ ഇപ്പോൾ ഒക്കെ ചവിട്ടി ചളിയാക്കി. ഇതാരുടെ ആടുകളാണ് മൊത്തം നാശമാക്കി. ഇതൊക്കെ കഴുകി വൃത്തിയാക്കണമെങ്കിൽ എന്തു പണിയാണ്. വന്നത് കണ്ടതുമില്ല. ചേച്ചി ആടുകൾ ഈ വഴിക്ക് പോണത് കണ്ടാ? ആ അതപ്പം നന്നായേ. നിങ്ങളുടെ ആടുകളാ നമ്മുടെ സിറ്റ് ഔട്ട് മൊത്തം നാശമാക്കി. സെറ്റീൻ്റെ മുകളിൽ ഒക്കെ കയറി നിന്നിട്ട് ആട്ടിൻ കാഷ്ടവും മൂത്രം ഒന്നും പറയണ്ട. അയ്യോ മഴ വന്നപ്പോഴേ എല്ലാം കൂടി ഒറ്റ ഓട്ടം. ഇവരുടെ പുറകിൽ നമുക്ക് ഓടാൻ പറ്റുമോ ഈ പ്രായത്തിൽ? പാത്തുമ്മ നിങ്ങളുടെ ആളെവിടെ? അയാളല്ലേ ആടിനെ മേയ്ക്കണത്? ഓ അതാ മകൾക്ക് കല്യാണം ഉറച്ചു. അങ്ങേര് കാർന്നൂർമാരൊക്കെ ആയിട്ട് ചെക്കൻ വീട് കാണാൻ പോയിരിക്കണു. ഓ കല്യാണം ഉറച്ചാ, നല്ല കാര്യം. ചെക്കൻ്റെ നാട് ഇവിടെ അടുത്ത് തന്നെ, പാലക്കാട്. അയ്യോ മഴ കയറിയിരിക്കും പാത്തുമ്മ, മഴ നനയണ്ട. വേണ്ട ചേച്ചി, കാലെല്ലാം ചളിയാണ്ട്. ഞാൻ വീട്ടിൽ പോയിട്ട് ഫോൺ വിളിക്കാം. ഓട്ടെ, നല്ല മഴ, കുടയും എടുക്കല. പാത്തുമ്മ കുടയുന്നാ? വേണ്ട. എന്താ പാത്തുമ്മ മഴയത്ത് ഓടിക്കളിക്കണ? ഇല്ല ചേച്ചി, ആട് അങ്ക നിൽക്കത്. ആട്ടിയിട്ട് പോട്ടെ, മഴ നിൽക്കാത്. അയ്യോ അങ്ങനെ മഴയത്ത് കുളിച്ചു അല്ലേ? ആരെയാണ് അവ കണി കണ്ടത്? കണ്ണാടിയിൽ എന്നെ തന്നെയല്ലേ കണി കണ്ടത്? വെറുതെ അല്ല. ഈ കുട ഉണങ്ങിയില്ലേ? മടക്കി വെച്ചാൽ എങ്ങനെ ഉണങ്ങാനാ? കുട ആടുകൾ ചവിട്ടി ഓടിക്കാഞ്ഞത് ഭാഗ്യം. മഴയത്തൊന്ന് ഉണങ്ങിക്കിട്ടാനാ പാട്. എന്തൊരു ദിവസം. അടുക്കളയിലെ പണിയേ കഴിയണില്ല. ഇതും കൂടെ ഇതൊഴിച്ചില്ലെങ്കിൽ ശരിയാകില്ല. ആടുകൾക്ക് ഇങ്ങനെയുണ്ട സ്മെല്ല്. ഒക്കെ ചവിട്ടി ചളിയാക്കി. മിതു ആ മോട്ടർ നടിക്കിട്ടാ, വെള്ളം കഴിയാറായി. ഇപ്പം മഴ തോർന്നിരിക്കുന്ന സമയമാണ്. വേഗം പോയി അടിച്ചിട്ട് വാ. കേൾക്കുണ്ടോ? വേഗം പോയിട്ട് വാ. കരണ്ട് മോട്ടറാണ്, അവിടെ ഇവിടെയൊന്നും പോയി പിടിക്കണ്ട. മഴ സമയമാണ്. കഷ്ടകാലം എപ്പോഴാണ് വരിക എന്നറിയില്ല. ആരാ വിളിക്കണേ? ഹലോ ഹലോ, ആരാ? പാത്തുമ്മയാ? വീടെത്തിയോ? കുളിക്കേണ്ടി വന്നില്ല അല്ലേ? ഒരു ചായ കുടിക്ക്, അപ്പോൾ ഈ തണുപ്പൊക്കെ അങ്ങ് മാറും. എത്ര പെട്ടെന്നല്ലേ പെൺകുട്ടിയോള് വളരണേ. ഇത്ര പോന്ന കുട്ടിയായിരുന്നില്ലേ അവള്? പയ്യൻ്റെ ജോലിയോ? ചെക്കൻ ഗൾഫുകാരൻ, 2 വർഷമായി പോയിട്ട്. ഓ ഗൾഫുകാരനാ. പെണ്ണിനെ കൊണ്ടുപോവോ ഗൾഫിൽ? ഇല്ല ചേച്ചി, പോകാതെ. പയ്യൻ മട്ടും പോകും. 25 പവൻ സ്വർണവും 1 ലക്ഷം രൂപയും കൊടുക്കണം. സ്വർണത്തിനൊക്കെ എന്താ വില? ഈ ആടുമാടി എല്ലാം വിൽക്കണം. നമുക്കൊന്നും താങ്കാതെ. 25 പവനോ? ഇന്നത്തെ കാലത്ത് എന്താ വില? ഒന്നും കൊടുക്കാതെയൊന്നും എന്താ പെണ്ണും പോകാതെ. നാട്ടുകാരെന്നെ ചൊല്ലും. ഞാനൊരു കാര്യം പറയട്ടെ? പറയൂ ചേച്ചി. ഇന്നത്തെ കാലത്ത് 25 പവൻ സ്വർണത്തിന് 15 ലക്ഷത്തിന് മേലെ കൊടുക്കാതെ കിട്ടില്ല. ശരിയല്ലേ? 15 ലക്ഷത്തിന് മേലെ ആകും. നിങ്ങളൊരു കാര്യം ചെയ്യേ, 15 ലക്ഷം രൂപ ആ കുട്ടിയുടെ പേരിൽ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തു കൊടുക്ക്. ഫിക്സഡ് ഇടണാ? മാസാമാസം 10,000 രൂപ വെച്ച് കിട്ടും. അത് അവൾക്കൊരു വരുമാനമല്ലേ. പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് പോയാൽ 8-10 കിട്ടും. അത്രയല്ലേ ഉള്ളൂ. വീട്ടിലെ പണിയും ചെയ്യണം, ജോലിക്കും പോകണം. പിന്നെ കുഞ്ഞുണ്ടായ ജോലിക്ക് പോക്കും നടക്കില്ല. പണിക്കാരിയെ വെക്കാൻ കാശുണ്ടോ? അതുമില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെയോ ചെക്കൻ്റെ വീട്ടുകാർ സമ്മതിക്കുമോ?
എനിക്ക് തോന്നണില്ല. നിന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്താൻ ചോദിക്കും. അതല്ല ചേച്ചി, നാട്ടുകാരെന്ത് വിചാരിക്കും ഒന്നും കൊടുക്കാതെ? നാട്ടുകാരെന്ത് വിചാരിക്കാൻ? അവർക്ക് കാണാൻ ഇഷ്ടം പോലെ 25 പവനല്ല 30 പവൻ ഗോൾഡ് കവർ ആഭരണമല്ലേ പെണ്ണിട്ടേക്കണേ. അതും കണ്ട് കണ്ണും തള്ളി മട്ടൻ ബിരിയാണിയും കഴിച്ച് അവരങ്ങ് പോയിക്കോളൂ, അത്ര തന്നെ. എന്നിട്ട് ചേച്ചിയുടെ മോള് സ്വർണത്തിൽ പൊതിഞ്ഞാണല്ലോ നിന്നത്. ആര് പറഞ്ഞു സ്വർണമാണെന്ന്? എല്ലാം ഗോൾഡ് കവറാ. എല്ലാം അവളുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തു കൊടുത്തു. ഡെയിലി ഇടാൻ 2 വളയും 1 മാലയും കമ്മലും മാത്രം, അത്ര തന്നെ. അത് മതിയല്ലോ, കള്ളനെയും പേടിക്കണ്ട. സ്വർണമായിരുന്നു കൊടുത്തെങ്കിലോ കാണാമായിരുന്നു, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. കല്യാണത്തിൻ്റെ ഫോട്ടോ വീഡിയോ ചിലവ് തൊട്ട് എന്തിന് താലിമാലയുടെ കാശ് പോലും ഓരോ വളയായി ഊരി വാങ്ങിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, ചെക്കൻ്റെ അവസ്ഥയും കഷ്ടമാണ്. പെങ്ങന്മാരുടെയും കെട്ടിച്ചയച്ച് വീട്ടു ചെലവും താങ്ങി അവനൊരു പിടിവള്ളിയല്ലേ ഈ സ്വർണം. എന്ത് ചെയ്യാനാ? ഇങ്ങനെയാകുമ്പോൾ ഫിക്സഡിൻ്റെ പലിശ എടുത്ത് ഓരോ മാസവും കൊടുത്താൽ മതിയല്ലോ, അത്രയും സഹായമായില്ലേ. പെണ്ണിനൊരു ബ്രേസിയറോ ജട്ടിയോ വാങ്ങണമെങ്കിൽ ആരോടും ചോദിക്കണ്ടല്ലോ. ആ ആ ചൊല്ലുങ്ക. കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ വല്ലതും അവൾക്ക് കൊടുക്കുമോ? വീട്ടിൽ 2 ദിവസം വന്ന് നിൽക്കുമ്പോഴേക്കും ആട്ടിപ്പായിക്കും. നാട്ടുകാർ കാണും, നാണക്കേടാണ്. കഷ്ടം. ഇങ്ങനെ ആകുമ്പോൾ അവൾക്ക് ജീവിക്കാൻ തന്നെ ഒരു ധൈര്യമല്ലേ. നല്ല കാര്യം കേട്ടോ ചേച്ചി പറഞ്ഞു തന്നത്. താങ്ക്സ് ടോ. ആ പയ്യൻ്റെ വീട്ടുകാരോട് സംസാരിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാം ചേച്ചി. തീരുമാനം എടുക്കാമെന്നല്ല, തീരുമാനം എടുക്കണം കേട്ടോ. ശരി ചേച്ചി, പറഞ്ഞ പോലെ തന്നെ. ആ ശരി, ഓക്കെ. രാവിലെ 9:46 കേട്ടോ ഞാൻ വീഡിയോ ഇടണേ. വിവാഹശേഷം മകളുടെ സന്തോഷമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം, ശരിയല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് മറക്കല്ലേ.